മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ ചില സ്ഥലങ്ങളിൽ പ്രതിഷേധം ഉന്നയിച്ചവരെ ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. ദൃശ്യങ്ങളിൽ കൂടെ കേരളത്തിലെ ജനങ്ങളെല്ലാം അത് കണ്ടു. മനുഷ്യനെയാണ് അടിക്കുന്നത്, ഒരു കാര്യവും കാരണവുമില്ലാതെ അടിക്കുകയാണ്. മുഖ്യമന്ത്രി പോയ വഴിയിൽ അവർ കരിങ്കൊടി കാണിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റിയിലുള്ള ഗൺമാനും സനലും സന്ദീപ് എന്നിവർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരുടെ ആ സ്പോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി വാഹനം മുന്നോട്ട് പോയി. പിന്നാലെ ഉള്ള വാഹനത്തിൽ നിന്ന് പേഴ്സണൽ സെക്യൂരിറ്റി ഗൺമാനും കൂടെ ഇറങ്ങി സന്ദീപ് എന്നും അനിൽ എന്നും പറഞ്ഞ 2 പേര് റോഡ് സൈഡിൽ പ്രതിഷേധിച്ചവരെ ലോക്കൽ പോലീസ് യൂണിഫോം ഇട്ടവർ അവരെ പിടിച്ചുമാറ്റി ഒരു കടയുടെ അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെ 2 പേരും ഇറങ്ങി അവരെ മർദ്ദിക്കുന്നത് കണ്ടു. കൂടെ ഒരു 3 പേര് കറുത്ത യൂണിഫോം ഇട്ട് പാൻറ് ഷർട്ട് ഇട്ട 3 പേര് അതിക്രൂരമായിട്ടാണ് ആ മനുഷ്യജീവികളെ മർദ്ദിക്കുന്നത്. ഇവരോട് പ്രതിരോധിച്ചില്ല, ഇവരെ ആക്രമിക്കാൻ തുനിഞ്ഞില്ല. കരിങ്കൊടി കാണിച്ചതിന് പിടിച്ച് കടയുടെ മൂലയിൽ നിർത്തിയ ലോക്കൽ പോലീസ് നിർത്തിയ അവരെ അവഗണിച്ച് ഇവരെ 4-5 പേര് കമ്പുകൾ കൊണ്ട് മർദ്ദിക്കുന്നതും അടിക്കുന്നതും അത് വളരെ ദയനീയമായ ഒരു രംഗമായിരുന്നു. പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന കാഴ്ചയാണ്, മനുഷ്യനെ തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പട്ടിയെപ്പോലും അതുപോലെ ചെയ്യാൻ പാടില്ല. മൃഗങ്ങളോട് നമുക്ക് സ്നേഹം വേണം. പക്ഷേ ഈ കാണിച്ച കാടത്തം അത് പ്രസ് കോൺഫറൻസിനിടയ്ക്ക് മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറഞ്ഞു. ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുന്നതും അതുപോലെ തന്നെ ഹെൽമെറ്റ് കൊണ്ട് വീണ് കിടക്കുന്ന ആൾക്കാരെ തലക്കിട്ടടിക്കുന്നതും DYFIയിലുള്ള ആൾക്കാർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദൃശ്യങ്ങൾ നമ്മൾ കോഴിക്കോടും കണ്ണൂരും ഒക്കെ കണ്ടു. ഭിന്നശേഷിക്കാരനായ 2 കാലും ഇല്ലാത്ത ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയെ, അദ്ദേഹം മുട്ടിലാണ് നടക്കുന്നത്, അദ്ദേഹം കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. 2 ലോക്കൽ പോലീസ് അദ്ദേഹത്തിനെ എടുത്ത് റോഡിൻ്റെ സൈഡിലോട്ട് മാറ്റിയിരുത്തി. ഈ സമയത്ത് 4 പേര് DYFIക്കാരെന്ന് പറയുന്നവർ ഈ എടുത്തു മാറ്റി ലോക്കിട്ട് മാറ്റിയ ആ വ്യക്തിയുടെ പുറത്തിനിട്ട് വന്ന് 4 പേര് തൊഴിക്കുന്നത് കണ്ടു. ഇത് മുഖ്യമന്ത്രി കണ്ടില്ല. അദ്ദേഹത്തിന് കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതെല്ലാം നമ്മൾ ചാനലിൽ കൂടിയാണ് കണ്ടത്. മുഖ്യമന്ത്രിയുടെ കാറ് അവിടുന്ന് പാസ് ചെയ്ത ശേഷം നടന്ന സംഭവമാണ്. കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സംസ്ഥാനത്തെ ഇൻ്റലിജൻസ് ADGPയും സംസ്ഥാനത്ത് DGPയും മുഖ്യമന്ത്രിയുടെ യാത്രകൾ എല്ലാം മോണിറ്റർ ചെയ്യുന്നവരുണ്ട്. മുഖ്യമന്ത്രി കണ്ടില്ലെങ്കിലും എല്ലാ ദിവസത്തെ ബ്രീഫിങ്ങുള്ള സമയത്ത് ഇത് കാണിച്ചു കൊടുക്കണം. ഇത് അതിക്രമമാണ്, ക്രൂരമായ മർദ്ദനമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ 324 അനുസരിച്ചുള്ള കുറ്റമുണ്ട്. ഒരാളുടെ തലക്കിട്ടും മറ്റിടത്തും അടിച്ചിട്ടുണ്ട്, അവരെ തല പൊട്ടിയിട്ടുണ്ട്. 308 IPC പ്രകാരമുള്ള കുറ്റമാണ്. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ് 3 വർഷം. ആ അടിക്ക് തടവാണ്. അതിൽ അവരെ തല പൊട്ടിയിട്ടുണ്ട് 7 വർഷത്തേന് അവർക്ക് ശിക്ഷയാണ്. 308 IPC. വടികൊണ്ട് അടിച്ചത് അത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് പോലീസിൻ്റെ ലാത്തിയല്ല, പോലീസിൻ്റെ കെയിനല്ല. ഇത് അവരുടെ കൈവശം ഇരിക്കുന്ന വലിയ പത്തൽ തന്നെയാണ്. ഘനമുള്ള കാമ്പുള്ള കാതലുള്ള മരം കൊണ്ടുണ്ടാക്കിയ വടിയാണത്. മനുഷ്യനെ കൊല്ലാനും അവരെ ഫ്രാക്ചർ വരുത്താനും വേണ്ടി സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് കരിങ്കൊടി കാണിച്ചവരെ അടിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരൻ്റെയും ഈ 2 പേരുടെ തലക്കടിച്ചതും ഗൺമാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റിയിലുള്ള ആളും കൂടെ
ചെയ്തു കൂട്ടിയത്. അത് കേരളത്തിന് പൊറുക്കാൻ കഴിയില്ല. ഏതായാലും മുഖ്യമന്ത്രിയെ ADGP ഇൻ്റലിജൻസും DGPയും ദൈനംദിനമായ അവരുടെ ബ്രീഫിങ്ങിൽ ഈ ദൃശ്യം കാണിക്കണം, ഇതിന് കേസെടുക്കണം, ഇത് കേസെടുക്കാതെ വിടരുത്. 3-4-5 കേസ് ഏതായാലും എടുക്കേണ്ടി വരും. അത് ഇന്ത്യൻ പീനൽ കോഡിലെ 324, 325, 326, അതുപോലെ തന്നെ 308 വകുപ്പിൽപ്പെടുന്നതാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അവരവർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. ഗൺമാനും സെക്യൂരിറ്റിക്കാരനും ഗൺമാനെ തോക്കുകൊണ്ടാണ് നടക്കേണ്ടത്. അത് മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ കാണണം. പേഴ്സണൽ സെക്യൂരിറ്റി അടുത്ത വാഹനത്തിൽ പോയാലും കുഴപ്പമില്ല. ഈ 2 വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ഒപ്പം കാണേണ്ടവരാണ്. പൊതുജനങ്ങളെ മർദ്ദിക്കാനോ അവരെ കൊല്ലാനുള്ള ശ്രമമോ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് അവരെ അടിച്ചു മലത്തുന്നോ അല്ല ഇവരുടെ ജോലി. അവരെന്തെങ്കിലും അതിക്രമം കാണിച്ചുകൊണ്ട് അത് ലോക്കൽ പോലീസ് നോക്കിക്കോളും. ഇപ്പോൾ ഈ വടി കൊണ്ട് അടിച്ച സ്ഥലത്ത് ലോക്കൽ പോലീസ് 3 പേരെ തടഞ്ഞു നിർത്തി അവിടുത്തെ ഒരു കടയുടെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയ സമയം ഒരു പ്രശ്നവും ഇല്ല. അവിടെ ഇവരിറങ്ങി അടിച്ചു. ഇതിനെന്തായാലും നടപടിയെടുക്കണം. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതിനാണ് ആഭ്യന്തര വകുപ്പ് അത് പോലീസ് ഉദ്യോഗസ്ഥരായാലും ശരി അവർക്കെതിരായിട്ട് കേസെടുക്കുന്നതാണ്. അതാണ് മര്യാദ, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇത് വിമർശനമേക്കും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വേണ്ട ഇൻസ്ട്രക്ഷന് അവിടുത്തെ ഗൺമാനും പേഴ്സണൽ സെക്യൂരിറ്റിക്കും കൊടുക്കണം. മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിലെല്ലാം മുൻവശത്തും പിൻവശത്തും വാഹനങ്ങളുണ്ട്, സൈഡിലുമുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും പോലീസുണ്ട്. ഓരോ ജംഗ്ഷനിൽ ആൾ കൂടുന്ന സ്ഥലത്ത് അവിടെ ഉത്തരവാദപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ, DYSPമാർ, SP-മാർ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ ചെയ്ത പ്രവൃത്തി ഏതായാലും പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവൃത്തിയാണ്. അതിന് ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ അതിന് തുനിഞ്ഞാലും അവർക്കെതിരായിട്ട് നടപടി ശക്തമായിട്ട് എടുക്കുന്നതാണ് നല്ലത്.